നമസ്കാരം. ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം രംഗത്തെത്തിയിരിക്കുന്നു. ദില്ലി മദ്യനയ കേസിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ പ്രതിഷേധവുമായി രാജ്യവ്യാപകമായി തന്നെ INDA എന്ന സഖ്യം മുന്നിൽ വന്നിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് മുൻകാലങ്ങളിൽ BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ചെയ്തതുപോലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെച്ച് പുറത്തു പോകണമെന്ന ആവശ്യവുമായി ഈ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാവായ സഞ്ജയ് നിരുപം ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കൂടി നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. LK അഡ്വാനി, മാധവറാവു സിന്ധ്യ, കമൽനാഥ് എന്നിവരുടെ പേരുകൾ അദ്ദേഹം ഉയർത്തി കാണിച്ചു. കാരണം ഇവർക്കൊക്കെ എതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് ഇവർ രാജിവെച്ച് പുറത്തുപോയി അന്വേഷണം നേരിടുകയാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഒരു ട്രെയിൻ അപകടത്തെ തുടർന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച് പുറത്തുപോയത്. അതിനുശേഷം ആ വിഷയത്തിൽ വലിയ അന്വേഷണം നടക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. ഇതേ പാരമ്പര്യം തന്നെ അരവിന്ദ് കെജ്രിവാളും പിന്തുടരേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം ജനുവരിയിൽ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുൻപ് ഹേമന്ത് സോറന്റെ രാജിയെ പറ്റിയും ഇതേ പരാമർശം തന്നെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 2022 ഈ മദ്യനയ കേസിൽ ആദ്യമായി ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്നത് BJPയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ അല്ല, മറിച്ച് കോൺഗ്രസ് തന്നെ ആയിരുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ നടന്ന ഒരു റാലിക്കിടയിൽ അരവിന്ദ് കെജ്രിവാളിനെ വിശേഷിപ്പിച്ചത് കള്ളൻ എന്നായിരുന്നു. എന്തായാലും ഈ ഒരു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നിലവിൽ വലിയ സഖ്യമായി തുടരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ഈ ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതിന്റെ ആവശ്യമില്ല. കാരണം എന്തെങ്കിലും ഒരു കാലത്ത് തിരികെ പിടിക്കും തങ്ങൾ എന്ന് ഉറപ്പുള്ള കോൺഗ്രസിന്റെ സംസ്ഥാനമാണ് ഈ ദില്ലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പതിവ് ശീലവുമാണ്. നിലവിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ഈ ഒരു പ്രതിപക്ഷ മുന്നണി ഉള്ളതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതായി വരുന്നത്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാളിനെയോ ആം ആദ്മി പാർട്ടിയോ പരിസരത്തടുപ്പിക്കാൻ പോലും കോൺഗ്രസ് പാർട്ടി മുതിരുമായിരുന്നില്ല. പക്ഷേ നിലവിൽ INDA എന്ന സഖ്യത്തെ സജീവമായി നിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള സഞ്ജയ് നിരുപത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലവിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.